ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ പുതിയൊരു വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ കൊച്ചിക്ക് പോവാണ്. പോസ്റ്റ് ഡെലിവറി കെയറിന് വേണ്ടിയിട്ട് ചേച്ചിക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ കൊച്ചിയിൽ പോവായിരുന്നു. CIMAR എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് കഴിക്കാതാണ് കേട്ടോ ഇറങ്ങി. 7 മണിക്ക് ഇറങ്ങി 8:30 ആയപ്പം കടയിൽ വന്നു. നെയ് റോസ്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. നെയ് റോസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. സാമ്പാർ വലിയ സുഖമില്ലായിരുന്നു. ഞാൻ ആ വൈറ്റ് ചട്നി കൂട്ടിയാണ് കഴിച്ചത്. കൊള്ളായിരുന്നു. പിന്നെ കോഫി ആണ് ഞാൻ കുടിച്ചത്. കോഫി കൊള്ളായിരുന്നു. കോഫി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചായ കുടിക്കാറില്ല, അപ്പോൾ ഞാൻ കോഫിയാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത് എവിടെയെങ്കിലും പോയാൽ. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് അടുക്കാറായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിയൊക്കെ അഴിച്ചു. ഞാനൊരു റിങ് ഇട്ടുകൊണ്ടാണ് പോയത്, പക്ഷെ ഞാനത് ഇട്ടില്ല. ഇച്ചിരി ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പോകുമെന്ന് വിചാരിച്ച് ഞാൻ കമ്മലിട്ടില്ല. സെക്കൻഡ് സെറ്റ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളവിടെ എത്തി. നല്ല ആംബിയൻസാണ്, ഭയങ്കര ക്ലീനാണ്, ഭയങ്കര ഒരു നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് സർവീസൊക്കെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് ഫസ്റ്റ് ഡേ ആണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് വന്നാലേ നമുക്ക് റിവ്യൂസ് നല്ല രീതിയിൽ പറയാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു റൂം ടൂറൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഇത് ബാൽക്കണിയിലുള്ളൊരു സ്ഥലമാണ്. ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. പിന്നെ വീടുകളുടെയൊക്കെ ഒരു അങ്ങനെ ഇപ്പം നമ്മൾ ബാൽക്കണി വരുമ്പോഴൊക്കെ വീടുകളാണ് കേട്ടോ കാണാനുള്ളത്. ഭയങ്കര ഇവിടെ ബാൽക്കണി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ഫീൽ ചെയ്തില്ല. ഇവിടെ വേസ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കൊള്ളാം. നമ്മൾ വീട്ടിൽ ഇത്ര നാൾ നിന്നിട്ടൊന്ന് മാറി നിൽക്കുമ്പം ഒരു റിഫ്രഷ്മെൻ്റ് അല്ലേ, നല്ലതാണ് കേട്ടോ. ഇവിടെ എല്ലാം വീടാണ്, സൈഡുകളിൽ മൊത്തം എന്താ എല്ലാം വീടാണ്. ആൻഡ് ഇപ്പുറത്ത് വരുമ്പം ഹോസ്പിറ്റലും കാര്യങ്ങളും ഉണ്ട്. നല്ല വെട്ടമാണ്. ഇവിടുന്ന് വരുന്ന വെട്ടം ഫേസിന് ഭയങ്കരമായിട്ട് വെട്ടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നീരൊഴുക്കിൽ വന്നു കേട്ടോ. ഇവിടെ ചൂണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് CMR ഞാൻ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു CMAR എന്നങ്ങാണ്ടാണ് പറയുന്നത്. അപ്പം ഞാൻ CMR എന്ന് പറയുക. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. നല്ല ആംബിയൻസ് ആണ്. അവരാണെങ്കിലും നമ്മളെ ഈ റൂമിലൊക്കെ വിടാനായിട്ട് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ റൂം നല്ല സ്പേഷ്യസ് ആണ്. ഈ റൂമിൻ്റെയൊക്കെ ടൂർ ഞാൻ പതുക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇവിടെ നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ഒരു പ്രൈവറ്റ് ഏരിയ ഉണ്ട്. കിടക്കുന്ന റൂം വേറെ, കുറച്ച് നേരം ഇരിക്കാനും ടേബിളും അതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ടേബിളും എല്ലാം ഒരു റൂമിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. പിന്നെ അവർ നമ്മളെ വെൽക്കമിങ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ബേബി ബോയ് എന്നൊക്കെ വെച്ച് ബലൂണൊക്കെ വെച്ച് വെൽക്കം എന്നൊക്കെ എഴുതി വെച്ച് ഭയങ്കര നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് കിട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങയും ആൽമണ്ടും കാഷ്യും ഒക്കെ കിട്ടി. കാത്തു ഭയങ്കര ഹാപ്പിയാണ്. കാത്തു ഭയങ്കരമായിട്ട് അതൊക്കെ കഴിക്കുവാണ്. ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എക്സ്പീരിയൻസും ഇതിൻ്റെ ട്രീറ്റിംഗ് രീതികളും എല്ലാം ഞാൻ പതുക്കെ പറയാം കേട്ടോ. ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അതിൽ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഇപ്പം വന്ന് കയറിയപ്പം നമുക്ക് ഹാപ്പി ആയിരുന്നു. അപ്പം ഞാനത് ഇപ്പം തന്നെ അതിൻ്റെ റിവ്യൂ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ അവളുടെ ചേച്ചിയെയാണ് കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുഞ്ഞിനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രീതികളും എങ്ങനെയൊക്കെ ചെയ്യുന്നു ഇവർ എന്നുള്ളതൊക്കെ കാണിക്കാം. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇന്നൊരു ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷമുള്ള ബാക്കി കാണിക്കാം. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞോണ്ട് എനിക്ക് വിശന്നു. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പൈനാപ്പിൾ മുറിച്ചുകൊണ്ടാണ് വന്നു. പിന്നെ അത് കഴിച്ചിട്ടോ. അത് കഴിച്ച് ഞാൻ ചോറ് കഴിച്ചായിരുന്നു. ചോറ് കഴിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു 4 മണി ആയപ്പോഴത്തേക്ക് കട്ടൻ ചായയും ഏത്തയ്ക്കപ്പവും കൊണ്ടുവന്നായിരുന്നു. പിന്നെ അത് കഴിച്ചു. ഏതൊക്കെയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കട്ടൻ ചായ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ചു. കാത്തു എൻ്റെ അടുത്തിരിക്കും. കാത്തു എന്തൊക്കെയോ ഒക്കെ പറയുന്നു. അവളെ നോക്കി ഞാൻ ചിരിക്കുന്നു, കളിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി വീട്ടിലുണ്ടാക്കുന്ന ഏത്തയ്ക്കപ്പത്തിനെക്കാട്ടിലും ഇഷ്ടം പുറത്ത് ഉള്ളത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് പക്ഷെ പുറത്ത് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ടോ. രാത്രിയായി. കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയൊന്ന് പിന്നിയൊക്കെ ഇട്ടു. പിന്നെ ഇതായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചാണ്. ചപ്പാത്തിയും ചില്ലി ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. എനിക്ക് ചിക്കൻ കറി അത്രയും പിടിച്ചില്ല, പക്ഷേ ചില്ലി ചിക്കൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചപ്പാത്തി ഭയങ്കര തിന്നായിട്ടായിരുന്നു കേട്ടോ. നമ്മൾ ക്യാൻറ്റീനിൽ ഇവിടെ ഫോൺ ചെയ്യുമ്പം എന്താണ് വേണ്ടതെന്നുള്ളത് അവരോട് പറഞ്ഞാൽ മതി. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തരും നമുക്ക്. അപ്പോൾ അതിനകത്തൊന്ന് തിരഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചിരുന്നത്.
ശരിക്കും ചോറ് കുറച്ചും കൂടെ ഏറെ വരും. ഇതിപ്പോൾ ചേച്ചി വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ അവൾക്ക് അത്രയും വേണ്ടാത്തതുകൊണ്ട് അതിനകത്തുനിന്ന് കുറച്ച് തന്നായിരുന്നു ഇത്. ഇനിയും ഉറങ്ങാനുള്ള ടൈമാണ് കേട്ടോ. വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറേ നേരം ഇരുന്നിട്ടാണ് ഉറങ്ങാനായിട്ട് പോയത്. എന്നിട്ട് പിന്നെ കിടന്നു ഉറങ്ങി. ആൻഡ് ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.